ഇപ്പോൾ തന്നെ തൊഴിലില്ലായ്മ ശക്തമായിരിക്കുന്ന, പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്ന, വീട് വാടകയ്ക്ക് എടുക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാനഡയ്ക്ക് ഈ താരിഫിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സുപ്രഭാതത്തിൽ ജസ്റ്റിൻ ട്രൂഡോ നേരെ ഫ്ലോറിഡയിലേക്ക് പറന്ന് ട്രംപിന്റെ റിസോർട്ടിൽ പോയി കാലിൽ പിടിച്ച് മാപ്പ് അപേക്ഷിച്ചത്. ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ കാര്യം കഷ്ടമാകും, അതുകൊണ്ട് ഈ പണി ചെയ്യരുത് എന്ന് ട്രംപിനോട് ട്രൂഡോ അപേക്ഷിക്കുന്നു. ട്രംപ് അതിന് മറുപടി പറഞ്ഞത് പരിഹാസത്തോടെയാണ്. ആ മറുപടി ലോകം മുഴുവൻ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നു. അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയ കാനഡയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകുമെങ്കിൽ ഒരു ഓഫർ വയ്ക്കാം എന്ന് പറഞ്ഞ് ട്രംപ് ട്രൂഡോയെ പരിഹസിച്ചു. അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമായി കാനഡയോട് ചേർന്നോളാനാണ് ട്രംപ് നിർദ്ദേശിച്ചത്. അവിടെയും അവസാനിച്ചില്ല. ട്രൂഡോയ്ക്ക് ഒരു വാഗ്ദാനവും കൊടുത്തു. ആ സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി ട്രൂഡോയ്ക്ക് നൽകാം എന്നായിരുന്നു വാഗ്ദാനം. ട്രംപിന്റെ തമാശ കേട്ട് വിഡ്ഢിച്ചിരിച്ചിരിച്ച് തലയാട്ടേണ്ട ഗതികേടിലേക്ക് മാറി ട്രൂഡോ. എന്നാൽ കാനഡക്കാരടക്കമുള്ളവർ പറയുന്നു, ട്രംപിന്റെ കീഴിലുള്ള അമേരിക്കയുടെ ഭാഗമാവുന്നതായിരിക്കും ഇപ്പോൾ ഇങ്ങനെ കാനഡയായി നിലനിൽക്കുന്നതിനേക്കാൾ നല്ലത്. കാരണം ട്രൂഡോ ഈ രാജ്യത്തിന്റെ സ്വത്വം ഇല്ലാതാക്കിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ട്രംപിന്റെ കമന്റ് വൈറലായിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ ഒരു സംസ്ഥാനമായി മാറാനുള്ള ഗതികേടിലേക്ക് കാനഡ വീണുപോകുമോ എന്നാണ് ചർച്ച കൊടുക്കുമ്പോൾ പലരും ചോദിക്കുന്നത്. ഒരു ഭരണാധികാരി ഒരു രാജ്യത്തെ എങ്ങനെ തകർക്കും എന്നതിന് തെളിവാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണം. ട്രൂഡോ ഇന്ത്യയോട് ചൊറിയാനിറങ്ങി പണി ചോദിച്ചു വാങ്ങിയതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാകുന്നു അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമായി ഒരുപക്ഷെ രാജ്യത്തിന് മാറേണ്ടി വരും എന്ന് ആ രാജ്യത്തെ ജനങ്ങൾ പോലും ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്.